പണ്ട് പണ്ട് മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെയായി ഇടതൂർന്ന ഒരു കാടുണ്ടായിരുന്നു. വലുതും ചെറുതുമായ ധാരാളം മൃഗങ്ങൾ അവിടെ ജീവിച്ചിരുന്നു. ഒരു കാടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു രാജാവുണ്ടാകും. സിംഹമായിരുന്നു ആ കാട്ടിലെയും രാജാവ്. എല്ലാവരും അതിനെ സിംഹരാജാവ് എന്നാണ് വിളിച്ചിരുന്നത്. സിംഹരാജാവിന് ഭയങ്കര മുൻകോപമായിരുന്നു. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് മൃഗത്തിനെ തന്റെ മുന്നിൽ കണ്ടാലും ഉടനെ അതിന്റെ പുറത്ത് ചാടി വീണ് കൊല്ലുമായിരുന്നു. സിംഹത്തിന്റെ മുന്നിൽ വരാൻ തന്നെ അവർ ഭയപ്പെട്ടു. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്ക് സിംഹത്തിന്റെ ഈ മേധാവിത്വം അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു. അവർ സിംഹരാജാവിന്റെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചു. രാജാവേ, രാജാവേ! ആരാണത്? ആരാണ് എന്റെ ഗുഹയുടെ മുന്നിൽ നിന്ന് ഒച്ചയിടുന്നത്? സിംഹരാജാവ് ഞങ്ങളോട് ക്ഷമിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ദേഷ്യപ്പെടാതെ അങ്ങ് അത് കേൾക്കണം. എന്താ? നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളാണ്. ഞാനാണ് രാജാവ്. നിങ്ങൾ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞാൻ പുറത്തു വന്ന് കൊല്ലുന്നതിന് മുൻപ് മര്യാദയ്ക്ക് ഇവിടെ നോക്കിക്കോണം. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു തെറ്റായ തീരുമാനമായി പോയി. ഇത് ആപത്തിലെ കലാശിക്കൂ. ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ല. ശരി ശരി, കരയണ്ട, കണ്ണു തുടക്കേ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. സിംഹരാജാവേ, അങ്ങ് പറയുന്നത് ശരിയാണ്, ഞങ്ങൾ നിരസിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്: വയസ്സായതുകൊണ്ട് അങ്ങനെ ഇര തേടി പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. വിശക്കുമ്പോൾ അങ്ങയ്ക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന മുൻകോപമാണ് അങ്ങയ്ക്ക് ഈ ചീത്തപ്പേരുണ്ടാക്കുന്നത്. അങ്ങയ്ക്ക് നല്ല പേര് കിട്ടണം. അതുകൊണ്ട് അങ്ങ് ഗുഹയിൽ തന്നെ ഇരുന്നാൽ മതി. ഓരോ മൃഗവും അവരുടെ ഭാഗത്തു നിന്നും അങ്ങയ്ക്ക് ഇരയായി ദിവസവും ഓരോ മൃഗത്തിനെ അയക്കും. അങ്ങ് ഇര തേടി കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടതില്ല. അപ്പോൾ അങ്ങയ്ക്കുള്ള ഈ ചീത്തപ്പേര് മാറിക്കിട്ടുകയും ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ് മഹാരാജൻ? കൊള്ളാം, ഇത് നല്ലൊരു ആശയമാണ്. ഞാൻ നിന്റെ വാക്ക് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കാതെ എന്നെ ചതിച്ചാൽ ഞാൻ പുറത്തു വന്ന് നിങ്ങളെ എല്ലാവരെയും കൊല്ലും. പൊയ്ക്കോളൂ, വേഗം സ്ഥലം കാലിയാക്ക്. ഓരോ ദിവസവും ഓരോ മൃഗത്തെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് അയക്കുക പതിവായി. സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽക്കൽ മൃഗങ്ങളുടെ എല്ലുകൾ കുന്നുകൂടാൻ തുടങ്ങി. ഒരു ദിവസം സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാൻ മുയലിന്റെ ഊഴമായിരുന്നു. അമ്മ മുയലിന് തന്റെ കുഞ്ഞിനെ അയക്കുവാൻ ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യാനാണ്? സിംഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാനായി സ്വന്തം കുഞ്ഞിനെ അയച്ചല്ലേ പറ്റൂ. സിംഹം തന്നെ കൊല്ലാൻ പോകുന്നുവെന്ന സത്യം അറിയാതെ ആ മുയലിൻകുട്ടി ചാടിക്കളിച്ച് സന്തോഷത്തോടെയാണ് ഗുഹയിലേക്ക് പോയത്. സിംഹം വിശപ്പ് കാരണം ദേഷ്യം താങ്ങാനാവാതെ ഗർജിച്ചു നിൽക്കുകയായിരുന്നു. ആ മുയൽ ഇന്ന് വരട്ടെ, ഞാൻ അതിനെ എണ്ണയിലിട്ട് വറുത്ത് തിന്നും. സിംഹരാജാവേ, എന്നോട് ക്ഷമിക്കണം. എന്താടാ മുയലെ, നിനക്കെന്താ വരാൻ ഇത്ര താമസം? എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? എനിക്ക് വിശപ്പ് സഹിക്കാനാവില്ലെന്ന് നിന്റെ അമ്മ പറഞ്ഞില്ലേ? നിന്നെ ഞാനിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? സിംഹരാജൻ, അല്പം കാത്തിരിക്കൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും എന്നെ ഭക്ഷിക്കാം. പക്ഷേ ഞാൻ വരാനുള്ള താമസം അങ്ങ് അറിയണം. അതിനുശേഷം ഭക്ഷിച്ചുള്ളൂ. വേഗം പറയണം, സമയം പാഴാക്കാനില്ല. ഞാൻ ഈ ഗുഹയിലേക്ക് വരുന്ന വഴി അങ്ങയെപ്പോലെ ഒരു സിംഹരാജാവിനെ കണ്ടു. അത് അങ്ങയുടെ ശത്രുവാണെന്നും അങ്ങയേക്കാൾ ശക്തിശാലിയാണെന്നും പറഞ്ഞു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതാണ്. ഇപ്പോൾ അങ്ങയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിതാ അങ്ങയുടെ മുന്നിലുണ്ട്. എന്നെ ഇഷ്ടം പോലെ കൊന്നു തിന്നോളൂ. എന്താ? എനിക്കൊരു ശത്രുവോ? അതും ഈ കാട്ടിൽ തന്നെയോ? ആരാണത്? എവിടെയാണവൻ? കാണിച്ചു തരൂ. അല്ല രാജൻ, അങ്ങയ്ക്ക് വിശക്കുന്നില്ലേ? ആദ്യം എന്നെ ഭക്ഷിക്കൂ, പിന്നീട് അവനെ അന്വേഷിക്കാം. ഇപ്പൊ എനിക്ക് വിശപ്പില്ല. അവനെ കൊല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അവനെ കൊല്ലണം. അങ്ങ് ഈ കാടിന്റെ രാജാവല്ലേ? അവനുമായി പൊരുതുമ്പോൾ അങ്ങയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ?
വേണ്ട രാജൻ, അവനെ വെറുതെ വിട്ടേക്കൂ. ഞാൻ മരിച്ചാലും സാരമില്ല, പക്ഷെ ഇവിടെ ശത്രു ഉണ്ടാവരുത്. എനിക്കെതിരായി ആരും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കൂടെ വാ, എവിടെയാണെന്ന് കാണിച്ചു താ. സിംഹരാജാവേ, അവനെ കിണറിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. അങ്ങേ കണ്ടിട്ട് ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏയ്, ആരാണത്? പുറത്തേക്ക് വാ. സിംഹം കിണറ്റിലേക്ക് എത്തി നോക്കി. വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം അവൻ കണ്ടു. അത് ശത്രുവാണെന്ന് കരുതി വെള്ളത്തിലേക്ക് എടുത്തു ചാടി മരിച്ചു. എല്ലാ മൃഗങ്ങളും മുയലിന്റെ ധൈര്യത്തെ പ്രശംസിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. ഗുണപാഠം: ഒരിക്കലും അഹങ്കാരം പാടില്ല. അഹങ്കാരം ആപത്ത് വരുത്തും. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരിക്കൽ ഒരു വ്യാപാരി ഒരു ഒട്ടകപ്പുറത്തിരുന്ന് കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അസുഖം ബാധിച്ചിരുന്ന ആ ഒട്ടകം വല്ലാതെ തളർന്നതിനാൽ അതിനെ കാട്ടിൽ ഉപേക്ഷിച്ച് അയാൾ ഒറ്റയ്ക്ക് തന്റെ യാത്ര തുടർന്നു. അത് കാട്ടിലുണ്ടായിരുന്ന ഇലകളും മറ്റും ഭക്ഷിച്ച് സ്വയം അസുഖം ഭേദമാക്കി സന്തോഷത്തോടെ പുറപ്പെട്ടു. ഒരു സിംഹവും കുറുക്കനും കാക്കയും ഒരുമയോടെ ആ കാട്ടിൽ ജീവിച്ചിരുന്നു. അവർ ആ ഒട്ടകത്തെക്കുറിച്ചറിഞ്ഞ് കാര്യം തിരക്കാനായി എത്തി. ഒട്ടകം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അങ്ങനെ അവർ 4 പേരും സുഹൃത്തുക്കളായി. ഒരു ദിവസം സിംഹം ഒരു ആനയെ വേട്ടയാടിയപ്പോൾ അത് മറിഞ്ഞ് താഴെ വീണ് വല്ലാതെ പരിക്കുപറ്റി. അതിന് പുറത്തു വരാനാവാതെ ഗുഹയിൽ തന്നെ ഇരിപ്പായി. സിംഹത്തിന് വേട്ടയാടാനും കഴിഞ്ഞില്ല. മറ്റുള്ളവയ്ക്കും ഇര തേടാൻ കഴിയാതെ എല്ലാവരും പട്ടിണിയായി. സിംഹം കുറുക്കനെയും കാക്കയെയും ഒട്ടകത്തെയും വിളിച്ചു. കുറുക്കച്ചാരെ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അടുത്തെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരൂ. കാക്കേ, നീ കിഴക്ക് ഭാഗത്തേക്ക് പോകണം. ഒട്ടകച്ചാരെ, നീ പടിഞ്ഞാറോട്ട് പോയി എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്ക്. നിങ്ങൾ 3 പേരും ഭക്ഷണവും കൊണ്ടായിരിക്കണം മടങ്ങി വരുന്നത്. ശരി, പോയിക്കോളൂ. അവർ 3 പേരും വെവ്വേറെ ദിശകളിലേക്ക് യാത്രയായി. പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. അവർ വീണ്ടും കണ്ടുമുട്ടി ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ 3 പേരും കൂടി സിംഹത്തിന്റെ മുന്നിലെത്തി. സിംഹരാജാവേ, ഞാൻ എല്ലായിടത്തും തിരിഞ്ഞു നോക്കി. അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കുന്നത് പോലെയുള്ള ഭക്ഷണം എവിടെയും കിട്ടിയില്ല. അതിനാൽ ഞാൻ എന്നെ തന്നെ ഭക്ഷണമായി തരികയാണ്. എടുത്തുകൊള്ളൂ. അരുത് മഹാരാജൻ, കാക്ക വളരെ ചെറുതാണ്. എനിക്ക് അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കാനാവും. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. അല്ല രാജാവേ, ഞാനാണ് ഒടുവിൽ വന്നത്. എനിക്ക് മാത്രമേ അങ്ങയുടെ അമിതമായ വിശപ്പ് ശമിപ്പിക്കാനാവൂ. മറ്റുള്ളവർക്ക് കഴിയില്ല. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ പറഞ്ഞാലും ഒട്ടകം ആശയം പറഞ്ഞ ഉടനെ സിംഹവും കുറുക്കനും അതിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു തിന്നു. ഗുണപാഠം: നിങ്ങൾ എത്ര സൗഹൃദത്തോടെ പെരുമാറിയാലും കൗശല്യക്കാർ തക്ക സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനേ പരിശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ചാൽ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സന്ദർഭം വരുമ്പോൾ ദുഷ്ടന്മാരുടെ സ്വഭാവം അവർ കാണിക്കുക തന്നെ ചെയ്യും. കുറുനരിയും ഗുഹയും. ഒരു കാട്ടിൽ ഒരിക്കൽ ഒരു സിംഹം വാണിരുന്നു. അന്ന് അവൻ ഇരയൊന്നും കിട്ടിയില്ല. വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴപ്പത്തിലായി. ആ പ്രദേശത്തെങ്ങും ഒരു ഒറ്റ മൃഗത്തിനെ പോലും അന്ന് കാണാൻ കഴിഞ്ഞില്ല. ഈ മൃഗങ്ങളൊക്കെ എവിടെ പോയി? ഒന്നിനെയും കാണുന്നില്ലല്ലോ. ഈ കാട് വിട്ടു പോയോ? അവൻ മൃഗങ്ങളെ ശപിക്കാൻ തുടങ്ങി. വിശന്നു വലഞ്ഞ ആ സിംഹം വല്ലാതെ തളർന്ന് അവശനായി. അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നപ്പോൾ അവനൊരു ഗുഹ കണ്ടു. അവൻ ഗുഹയ്ക്കരികിലേക്ക് ചെന്നു. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു മൃഗം തീർച്ചയായും ഉണ്ടാവുമെന്ന് അതിന് വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ അവന് സന്തോഷമായി. അവനൊരു ആശയം ഉദിച്ചു. ഗുഹയ്ക്കുള്ളിൽ കടന്ന് ഒളിച്ചിരിക്കാൻ അവൻ തീരുമാനിച്ചു. ഏതെങ്കിലും മൃഗം ഗുഹയ്ക്കുള്ളിൽ കടക്കുമ്പോൾ അതിനെ കൊന്ന് വിശപ്പടക്കാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. നിർഭാഗ്യവശാൽ ആ ഗുഹ എല്ലാ മൃഗങ്ങളെക്കാളും സൂത്രശാലിയായ ഒരു കുറുനരിയുടേതായിരുന്നു. അതുകൊണ്ട് കുറുനരിയെ പറ്റിക്കാൻ സിംഹത്തിന് അത്ര എളുപ്പം സാധിക്കില്ല.
ഇര തേടി തിരിച്ചു വന്ന കുറുനരി ഒരു സിംഹത്തിന്റെ കാൽപ്പാടുകൾ ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരിക്കുന്നത് കണ്ടു. അത് ഉള്ളിലേക്കുള്ളതാണെന്നും പുറത്തേക്കുള്ള കാൽപ്പാടുകൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധിച്ചു. സിംഹം ഗുഹയ്ക്കുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്താണ് വഴിയെന്ന് അവൻ തല പുകഞ്ഞ് ആലോചിച്ചു. അവനൊരാശയം തോന്നി. അല്ലയോ ഗുഹേ, സുഖമാണോ? കുറുനരി ഗുഹയോട് ചോദിച്ചു. ഗുഹയിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. ആകെ നിശബ്ദമായിരുന്നു. അവൻ വീണ്ടും ഗുഹയോട് ചോദിച്ചു. എന്താ ഗുഹേ, എന്തു പറ്റി? ഞാൻ ചോദിച്ചാൽ ഉടനെ മറുപടി പറയാറുള്ളതല്ലേ, ഇന്ന് എന്താണ് പറ്റിയത്? ഇത് കേട്ട സിംഹത്തിന് ആകപ്പാടെ കുഴപ്പമായി. താൻ അകത്തുള്ളത് കൊണ്ടാണ് ഗുഹ മറുപടി പറയാത്തതെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് സിംഹം മറുപടി പറയാൻ തുടങ്ങി. സുഖം തന്നെ, നിനക്കകത്ത് വരാം, ഒരു കുഴപ്പവുമില്ല. കുറുനരി ഇത് കേട്ടു. ഗുഹയ്ക്കുള്ളിൽ സിംഹമുണ്ടെന്ന് അവന് ഉറപ്പായി. അതുകൊണ്ട് അവൻ അതിവേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇരയൊന്നും കിട്ടാതെ ആ സിംഹം അവിടെ കിടന്ന് വിശന്ന് വലഞ്ഞു ചത്തു. ഗുണപാഠം: കുറുനരി സമയോചിതമായി ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ അവൻ സിംഹത്തിന്റെ ഇരയായി തീർന്നേനെ. ബുദ്ധിശാലികൾ എപ്പോഴും ജാഗരൂകരായിരിക്കും. ഏതൊരു ചുറ്റുപാടിലും ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം.